സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കാൻ പോണ്. അതിന് കടല വേണം, ഒരു 8 മണിക്കൂറൊക്കെ കുതിർത്ത കടല, ചേന, കായ എടുത്തിട്ടുണ്ട്, പച്ചക്കായ, ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങിന് പകരം നമുക്ക് കുമ്പളങ്ങ, വെള്ളരിക്കൊക്കെ ചേർക്കാം. എൻ്റെ ഇപ്പം അതില്ലാത്ത കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നു. 1 കപ്പ് തേങ്ങ ആവശ്യമുണ്ട്. കടല വേവിക്കാനായിട്ട് വെക്കണം. കടല കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഈ കടല വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ് അടുപ്പത്ത് വെക്കുക. മൂടി കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി വേവാൻ വെക്കുക. അപ്പോൾ നമുക്ക് അതിനൊരു പാൻ എടുക്കുക. നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 കറിവേപ്പില, ആവശ്യത്തിന് പച്ചക്കറി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കർ മാറ്റി വെക്കുക. പച്ചക്കറി വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം വറുക്കാനുണ്ട്. അരപ്പിന് വേണ്ടിയിട്ടും അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും. അപ്പം അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 കറിവേപ്പില, 2 വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്തെടുക്കണം. എനിക്ക് ഒരു ടീസ്പൂണ് ശർക്കരപ്പൊടി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സ്റ്റേജിൽ കുറച്ച് നമുക്ക് മാറ്റണം. ഇതിന്റെ പകുതി മാറ്റി വെക്കണം. ഒരു ടീസ്പൂൺ കുരുമുളക് അത് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് ഒന്നും കൂടി ആവും. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന കടല പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ സദ്യ സ്പെഷ്യല് കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.